20 സംഖ്യകളുടെ ശരാശരി 15 അവയിൽ ആദ്യത്തെ 12 സംഖ്യകളുടെ ശരാശരി 8 തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി സംഖ്യകളുടെ ശരാശരി എത്ര? 20 സംഖ്യകളുടെ ശരാശരി 15, ആദ്യത്തെ 12 സംഖ്യകളുടെ ശരാശരി 8 തന്നിട്ടുണ്ട്. അപ്പോൾ ആകത്തുക കാണാൻ ആവറേജും നമ്പറും കൂടെ ഗുണിച്ചാൽ മതി. 20 സംഖ്യകളുടെ ആകത്തുക കാണാൻ 15 ഗുണം 20 ശരാശരി ഗുണം എണ്ണം. ഇനിയും ആദ്യത്തെ 12 സംഖ്യകളുടെ ആകത്തുക ആണ്. ആദ്യത്തെ 12 സംഖ്യകളുടെ ആകെ തുക എത്ര വരും? ശരാശരി എത്രയാണ്? 8. എത്ര സംഖ്യകളുടെ? 12, അതായത് 96 വരും. ഇനി ബാക്കി സംഖ്യകളുടെ ആകത്തുക കാണാൻ എന്ത് ചെയ്താൽ മതി? 300ൽ നിന്ന് 96 കുറച്ചാൽ മതി. 20 സംഖ്യകളുടെ ആകത്തുക 300, ആദ്യത്തെ 12 സംഖ്യകളുടെ ആകത്തുക 96. ബാക്കി സംഖ്യകളുടെ ആകത്തുക കാണാൻ എന്ത് ചെയ്താൽ മതി? ബാക്കി സംഖ്യകളുടെ ആകത്തുക കാണാൻ ഈ 300ൽ നിന്ന് 96 കുറച്ചാൽ മതി, അതായത് 204 വരും. ബാക്കി സംഖ്യകളുടെ ശരാശരിയാണ് നമുക്ക് കാണേണ്ടത്. ആകത്തുക കിട്ടി. ആകത്തുക കിട്ടിക്കഴിഞ്ഞാൽ ആകത്തുക എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ ശരാശരി കാണാൻ. ശരാശരി സമം ആകത്തുക 204 ഡിവൈഡഡ് ബൈ 20ൽ 12ൻ്റെയാണ് ഉള്ളത്. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 8. 204/8 സമം 204നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 25.5 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. 25.5 വരും. 20 സംഖ്യകളുടെ ആകത്തുക കാണാൻ ശരാശരി ഗുണം എണ്ണം, അതായത് 15 ഗുണം 20 300. അപ്പോൾ ആദ്യത്തെ 12 സംഖ്യകളുടെ ആകത്തുക കാണാൻ ശരാശരി 8 തന്നിട്ടുണ്ട്. 8 ഗുണം 12 എണ്ണം കൂടെ ഗുണിച്ചാൽ ശരാശരി എണ്ണം കൂടെ 96 വരും. അപ്പോൾ ബാക്കി സംഖ്യകളുടെ ആകത്തുക കാണാൻ 300ൽ നിന്ന് 96 കുറയ്ക്കുക 204 വരും. അപ്പോൾ ബാക്കി സംഖ്യകളുടെ ശരാശരി നമുക്ക് കാണേണ്ട ആകത്തുകയല്ല 204. അപ്പോൾ 20 പിന്നെ 12 പറഞ്ഞേക്കുന്നത്. 20 12 പോകുക 8 സംഖ്യകളാണ് ബാക്കി. അതായത് 204 ഡിവൈഡഡ് ബൈ എണ്ണം 8. 204/8 25.5 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം.